സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്ന് നമ്മുടെ മത്സര പരീക്ഷകളിലെല്ലാം നിറസാന്നിധ്യമായിരിക്കുന്ന വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിച്ചാലോ? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷ ഏത് തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ഉടൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതേപോലെ തന്നെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ നമ്മൾക്കറിയാം, വരുന്ന LP-UP പരീക്ഷയുടെ സിലബസിൽ നവോത്ഥാനം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് അല്ലെ. അതിൽ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഉറപ്പ് തന്നെയാണ് എന്നറിയാം. അപ്പൊ LP-UPക്ക് തയ്യാറെടുക്കുമ്പോൾ സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് SCRT, NCRT +2 ലെവൽ വരെയുള്ള കണ്ടന്റുകളും എല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, LP-UPക്ക് ഇനി ഒരുപാട് സമയമില്ലെന്ന്. ഒരുപാട് സമയമൊന്നും ഇല്ല. നമുക്ക് മുൻപിൽ 2026 ഡിസംബറോട് കൂടെ നോട്ടിഫിക്കേഷനും 27 തന്നെ പരീക്ഷയും വരും. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, എത്ര പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്കുള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുക. നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താലേ പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള സമയം നമുക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ LP-UPയുടെ ഒരു ലോങ് ടേം ബാച്ചുകൾ സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഓഫറോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിരവധി മോക്ക് ടെസ്റ്റ്, മോഡൽ പരീക്ഷകളും റിവിഷൻ എക്സാംസും എല്ലാം വരുന്ന ബാച്ചുകളാണ്, മറക്കണ്ട. അതോടൊപ്പം തന്നെ ഈ കേട്ടറ്റ് നേടിയെടുത്താലേ LP-UPക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാൻ കഴിയൂ എന്ന് ആലോചിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ വരാനിരിക്കുന്ന കേട്ടറ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ചുകൾ നമ്മൾ സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5000-ലധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ മെറ്റീരിയൽസ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ 5 മോഡൽ പരീക്ഷകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും അതിന്റെ എല്ലാ PDF-കളും എല്ലാം ഉൾപ്പെടുന്ന സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ച് വരും 799 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, സൈക്കോളജിയിൽ നിന്നും 1500-ലേറെ ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൽ നിന്നും 1000-ലേറെ ചോദ്യങ്ങൾ, മലയാളം 1000-ലേറെ, സബ്ജക്റ്റിൽ നിന്നും 1000-ലേറെ ചോദ്യങ്ങൾ, 5 മോഡൽ പരീക്ഷകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഫ്രീ ലൈവ് ക്ലാസ്സുകൾ, ഇതിന്റെ എല്ലാ PDF-കൾ എല്ലാം ശ്രീ ലേണിംഗ് എന്ന നമ്മുടെ ആപ്പിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ കോച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? വൈകുണ്ഠ സ്വാമികൾ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. 1809 മാർച്ച് 12-ന് സ്വാമി തോപ്പിലായിരുന്നു ജനനം. തമിഴ്നാട് ജില്ലയിലാണ് ഇത് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ. അതായത് നാഗർകോവിലാണ് നിലനിൽക്കുന്നത്. നാഗർകോവിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നറിയാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഈ ഉച്ചനീചത്വങ്ങളൊക്കെ ഒരുപാട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം അവരുടെ മാതാപിതാക്കൾ നൽകിയ പേര് മുടിചൂടും പെരുമാൾ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ്, ആ ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായി അവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അത് മാറ്റേണ്ട ഒരു ഗതി വരികയും അത് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റേണ്ടി വരികയും ചെയ്യുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഏർപ്പെടുന്നു. ഒരുപാട് മാറ്റങ്ങൾക്കായി പോരാടുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ഭാഗമായി അദ്ദേഹം സ്വയം എന്താണ്, വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ സ്വയം വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ എന്ന് നമ്മളോട് ചോദിക്കാം അല്ലെ. അതെല്ലാം ചോദിച്ചാൽ ആര് തന്നെയാണ്? നമ്മളുടെ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. സമ്പൂർണ്ണ ദേവൻ എന്ന് വിശേഷണമുള്ള എന്ന് ചോദിച്ചാലും ആരാണ്? നമ്മൾ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹവുമായി പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി അല്ലെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരാണ് ആദ്യം വരുന്നത്? ശ്രീനാരായണ ഗുരുവാണ്. സ്വാഭാവികമായും ശ്രീനാരായണ ഗുരു എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ഒരു ചായ്വ് വരും അല്ലെ. അപ്പൊ ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി എന്ന് ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അതേപോലെ തന്നെ രാജാധികാരത്തെ എതിർത്ത നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാലും ആരാണ്? വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂറിലെ രാജഭരണത്തെ എന്താണ്, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ കരിനീച ഭരണമെന്നും, അതേപോലെ തന്നെ നമ്മളുടെ
വിദേശികളുടെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ച വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ്. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അല്ലെങ്കിൽ സംഘടിപ്പിച്ച വ്യക്തി കൂടെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. അതേപോലെ തന്നെ പരീക്ഷയിൽ ആവർത്തി ചോദിക്കുന്ന ഒരു മുദ്രാവാക്യം കൂടിയുണ്ട്. ഏതാണത്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്. അല്ലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. അതേപോലത്തെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെടുത്തി പഠിക്കാവുന്നതാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്നുള്ളത് മറക്കരുത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PYQ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അല്ലെ. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്ന മുദ്രാവാക്യമാണ് ഇത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ നീതിയുഗം സ്ഥാപിക്കുക എന്നൊരു അർത്ഥത്തിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയം പ്രകടിപ്പിക്കുന്നതിനായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചിന്താ പദ്ധതിയാണ് ഇത് അയ്യാവഴി എന്ന് പറയുന്നത്. തീജ്വാല വഹിക്കുന്ന താമരയാണ് അതിന്റെ ചിഹ്നമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ചിന്താ പദ്ധതിയാണ്. ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമര. ഈ പറയുന്ന അയ്യാവഴിയുടെ പുണ്യസ്ഥലം ദച്ചനം എന്നറിയപ്പെടുന്നു. അത് എവിടെയാണ്? തിരുച്ചെന്തൂരാണ്. അതേപോലെ തന്നെ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ നമുക്ക് പതികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുമ്പോൾ എന്താണ്? സമത്വ സമാജം 1836 സ്ഥാപിക്കപ്പെട്ട സമത്വ സമാജം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജമാണ്. സമപന്തി ഭോജനം നമ്മുടെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാമി കിണർ, മുന്തിരി കിണർ എന്നീ കിണറുകളെല്ലാം അദ്ദേഹം നിർമ്മിച്ചതാണ്. ആരാധനാലയങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൊതു കിണറ്റുകളിൽ നിന്നും ജലം എടുക്കാനുള്ള അവകാശം ഇല്ലാതിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയി കിണറുകൾ നിർമ്മിച്ചു. ആ കിണറുകൾ സ്വാമി കിണർ, മുന്തിരി കിണർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ വയോജന വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് നിശാ പാഠശാലകൾ. എന്താണ്? നിശാ പാഠശാലകൾ. അപ്പൊ വയോജന വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്ത നവോത്ഥാന നായകൻ എന്നോ അല്ലെങ്കിൽ അതിനായിട്ട് പ്രവർത്തിച്ച നായകൻ എന്നോ എന്നൊക്കെ ചോദിച്ചാൽ ആരെ പറയാം? വൈകുണ്ഠ സ്വാമികളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിശാ പാഠശാലകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ എന്നുള്ളതാണ് അല്ലെ. അഖിലത്തിരുട്ട് അമ്മാനെ എന്താണ്? നമ്മളുടെ അയ്യാവഴിയുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതേതാണ്? അഖിലത്തിരുട്ട് അമ്മാനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പരീക്ഷയിൽ എന്നും എടുത്തു ചോദിക്കുന്നവ തന്നെയാണ് അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾ നൂൽ എന്നിവ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അല്ലെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഊഴിയം വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠ സ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? ഊഴിയം വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആർക്കായിരുന്നു നിവേദനം നൽകിയിരുന്നത്? സ്വാതി തിരുനാളിനായിരുന്നു. ആർക്കായിരുന്നു? സ്വാതി തിരുനാളിനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അതേപോലെ തന്നെ വൈകുണ്ഠ സ്വാമിയെ ഏത് ജയിലിലായിരുന്നു പാർപ്പിച്ചത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് അല്ലെ. എവിടെയാണ്? അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അത് എവിടെയായിരുന്നു അല്ലെങ്കിൽ ഏത് ജയിലിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം. സമത്വ സമാജത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം. ശരിയാണ്. വർഷം എത്രയാ നമ്മൾ പറഞ്ഞേ? 1836. ഓക്കെ, 1830 സ്ഥാപിതമായി എന്ന് പറയുന്നു. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച നവോത്ഥാന പ്രസ്ഥാനം. എല്ലാം ശരിയാണ്. അപ്പൊ ശരിയാണോ? അല്ല. 1836 എന്ത്? നമ്മളുടെ സമത്വ സമാജം രൂപീകരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഈ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുക. കൃത്യമായി വായിച്ച് മനസ്സിലാക്കി തന്നെ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എത്രത്തോളം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കി എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ. അകുലത്തുരുട്ട്, അമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യൻ ആരാണ്? ഹരിഗോപാലനാണ്. ആരാണ്? ഹരിഗോപാലൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് സീഡർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അറിയപ്പെടുന്ന പേരാണ് ഇത് സീഡർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് അയ്യാവഴി എന്ന ആ ഒരു ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ട ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അല്ലെ. അതിന്റെ പ്രവാചകർ അല്ലെങ്കിൽ അതിന് പ്രൊമോഷൻസ് നൽകുന്ന ആ ശിഷ്യന്മാരാണ് ആരെന്ന് പറയുന്നത് സീഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അദ്ദേഹം ആരംഭിച്ച ആരാധനാലയങ്ങൾ അയ്യാവഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങൾ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. എന്നാൽ ഒരു ചെറിയൊരു അഡീഷൻ കൂടെ ഞാൻ പറയാം. അയ്യാവഴി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചിന്താ പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്. അപ്പൊ അയ്യാവഴിയുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അയ്യാവഴിയുടെ ക്ഷേത്രങ്ങളാണ് എന്ത്? പതികൾ എന്ന് പറയുന്നത്. അത് എന്നും ഇങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ നിഴൽത്താങ്കൽ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. തീജ്വാല വഹിക്കുന്ന താമരയാണ് അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. അയ്യാവഴിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങളാണ് പതികൾ എന്നറിയപ്പെടുന്നത്. പതികൾ എന്ന് പറയുമ്പോൾ 5 പ്രധാനപ്പെട്ട പതികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ പതി എവിടെ തന്നെയായിരുന്നു? സ്വാമിത്തോപ്പിൽ തന്നെയായിരുന്നു. പിന്നീട് മൊത്തം മുട്ടപ്പതി, പൂപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം 5 പതികളാണ് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് തിരുച്ചെന്തൂര് ദർശനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നൊക്കെ നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലെ. തിരുച്ചെന്തൂര് വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ദക്ഷണം എന്ന് പറയുന്നത്. മനസ്സിലായത് പുണ്യ സ്ഥലമായി തന്നെ കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ദക്ഷണം എന്ന് പറയുന്നത്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ചോദ്യമാണത്. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായി മാർച്ച് 12 പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ. ഓക്കെ, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ ഇങ്ങനെയും ഇതെന്ത് ചെയ്യാം? ചോദിക്കാം. VDPS സമരം നടത്തിയ വർഷം ഏത്? വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം മാർച്ച് 12 1809 മാർച്ച് 12 അദ്ദേഹം നാഗർകോവിലിൽ സ്വാമിത്തോപ്പിൽ ജനിക്കുന്നത് അല്ലെ. അപ്പൊ ആ ജന്മദിനം എന്താണ്? പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് നിലവിളി സമരം നടത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 2014 ഓക്കെ അല്ലെ. അടുത്ത ചോദ്യം. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു. വൈകുണ്ഠ സ്വാമികളുടെ ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അല്ലെ. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു. അതിലെ ആദ്യത്തെ പതി എവിടെയായിരുന്നു? സ്വാമിത്തോപ്പ്. ഓക്കെയാണ്, സ്വാമിത്തോപ്പിലായിരുന്നു ആദ്യത്തെ പതി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ആണോ? കൊല്ലൂരിലാണോ അദ്ദേഹം ജനിച്ചത്? അല്ല. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. ശരിയാണ്. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ് അല്ലെ. അരുൾനൂലൊക്കെ അദ്ദേഹത്തിന്റെ രചനയാണ്. പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ചെയ്താണ്? നമ്മളിപ്പോ പഠിച്ചതാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളായിരുന്നു. അപ്പോ അതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ഇതിൽ ശരിയായവയല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്? 2, 3, 4 എന്നിവയാണ് നമുക്ക് ശരിയായ പ്രസ്താവന വരുന്നത്. ഓപ്ഷൻ D ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വൈകുണ്ഠ സ്വാമികളെ പറ്റി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തൂവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. ശരിയാണ്.
കേരളത്തിലെ നാടാർ സമൂഹത്തിലെ നവോത്ഥാനം നടത്തിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ശരിയാണ്. സമപന്തി ഭോജനം നടത്തി എന്ന് പറയുന്നു, ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നുള്ളവയാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ സമപന്തി ഭോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്രഭോജനമാണെങ്കിലോ അത് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒരു പന്തലിൽ ഇരുത്തി നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഒന്നിച്ചിരുത്തി ആഹാരം കഴിക്കുകയും പാകം ചെയ്യുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ പന്തി ഭോജനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികൾ ചെയ്യുമ്പോൾ അതിന് ഓരോ പേരുകളിലായിട്ട് അത് അറിയപ്പെടുന്നു എന്ന് മാത്രമാണ് വരുന്നത് കേട്ടോ. അടുത്തത്, വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ്? വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ്? വൈകുണ്ഠസ്വാമി ധർമ്മ അല്ലെ, നമ്മളിപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയതായിരുന്നു. നമ്മളിത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ചോദ്യം വരും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? VDPS ആണ്. എങ്ങനെയാണ് വരിക? വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്ന് പറഞ്ഞ് നമുക്ക് ചോദ്യം വരും എന്ന് ഞാൻ ജസ്റ്റ് കൂട്ടിച്ചേർത്തിരുന്നതാണ് അല്ലെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു, ഊഴിയം വേലയ്ക്കെതിരെ സംസാരിച്ചു, വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളവ തന്നെയാണ് അല്ലെ. ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത വ്യക്തിയാണ്, ഊഴിയം വേലയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ്, അതേപോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 3 പ്രസ്താവനകളും നമ്മൾക്കിവിടെ ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് 1833 തിരുച്ചെന്തൂർ വെച്ചാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം നിശാ പാഠശാലകൾ നിർമ്മിച്ചു എന്ന് എന്താണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും സ്വന്തം പ്രതിബിംബത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയും കൂടിയാണ് ആര്? നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 2, 3 ശരിയായ പ്രസ്താവനകൾ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തുരുട്ട്, അമ്മാനെ, അതേപോലെ അരുൾനൂൽ എന്നിവയാണ്. അഖിലത്തുരുട്ട്, അമ്മാനെ, അരുൾനൂൽ എന്നിവയാണ്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ ദർശനമാലയും ശിവശതകവും അല്ലെ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവിന്റെ, നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദർശനമാലയും ശിവശതകവും. താഴെ പറയുന്നവയിൽ വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട കൃതികൾ അപ്പൊ ഏതൊക്കെയാണ്? അരുൾനൂലും അഖിലത്തിരുട്ട് അമ്മാനയുമാണ്. ഓപ്ഷൻ 1 and 3, ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ അല്ലെ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, വൈകുണ്ഠ സ്വാമികളുടെ മുഖ്യ ശിഷ്യൻ ആരായിരുന്നു? തന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരിൽ വൈകുണ്ഠ സ്വാമികളുടെ മുഖ്യ ശിഷ്യൻ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അദ്ദേഹവുമായി കണ്ടുമുട്ടിയ വർഷവും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതേപോലെ തന്നെ LP-UPയുടെയും ജനറൽ PSCയുടെയും പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.